സാർ ഇറങ്ങി സാർ ഇറങ്ങി ഇല്ല ഞാൻ വേറെ ഇതായിപ്പോയി അല്ല നേരെ വരും സാർ ഓക്കെ ഇനി ഇവിടെ നിന്ന് അവിടെ എത്ര സമയമുള്ളൂ ഓക്കെ സാർ റെഡിയായ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മിക്സി കേടായ കാര്യം ഇതെന്നാ രാജേന്റെ കടലൊന്ന് കൊടുത്തു ഇപ്പോഴാ എടീ ഇന്ന് മന്ത്രി പറയുന്ന ദിവസമാണ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരും ഇല്ല എല്ലാവരും അവിടെ നിയമസഭയുടെ അവിടെ നിൽക്കുക അതിന് സാർ എന്നെ അത്യാവശ്യമായിട്ട് ഒരു ഫയൽ എടുത്ത് കൊടുക്കാൻ വിളിച്ചാണ് അല്ല ഫയൽ എടുത്ത് കൊടുത്തിട്ട് കൊടുത്താൽ മതി അവിടെ ഇനി വേറെ എന്തെങ്കിലും കാര്യം കുറെ നാളെ സ്റ്റേഷനിൽ പോയിട്ട് സ്റ്റേഷന്റെ പുറകിലല്ലേ ഈ രാജേന്റെ കട എടി ഇതാണ് പ്രധാനം എനിക്ക് അതല്ലേ എനിക്കിത് ഭയങ്കര പ്രധാനമാണ് ഇതില്ലെങ്കിൽ ഇവിടുത്തെ കാര്യമൊന്നും നടക്കത്തില്ലേട്ടാ ഇല്ലേ നീ റൊണാൾഡിന്റെ കൊടുത്ത് വിട് എന്റെ പോനെ അവിടെ പോയി ഞാൻ കാല് പിടിക്കേണ്ടി വരും കാര്യം പറഞ്ഞാ പോരെ തൊട്ടടുത്തല്ലേ ഏട്ടാ ഇടി അങ്ങനെ സമയത്തിൽ പോകാൻ പറ്റുന്നില്ല വൈകിട്ടാണെങ്കിലും കൊടുത്താൽ മതി ഞാൻ പറഞ്ഞു പിന്നെ എന്റെ കൂടെ കൊണ്ടാക്കാൻ എനിക്ക് പോയാ നീ ആരെങ്കിലും കൊടുത്തു ഞാൻ മുളക് കലക്കി വെക്കും അത്ര കലക്കി പോയി ഇവിടെ മനുഷ്യ ഇറങ്ങാൻ നേരത്ത് എന്താണ് രാവിലെ നേരത്തെ പോണെന്ന് സ്റ്റേഷനിലെ അത്യാവശ്യമായിട്ട് സാറൊന്ന് വിളിപ്പിച്ചത് എന്തേ അവിടെ പോലീസുകാരെല്ലാം മറ്റേ മന്ത്രിയുടെ അടുത്ത് പോയിരിക്കുകയാണ് മന്ത്രി വരുന്ന സാറ് കുറെ നേരമായി വിളിക്കുന്നു നീ തലയെ മൊട്ടയടിച്ചിട്ട് അവിടെ പോയി നിക്കണ എങ്ങനെയാ തലയെ മൊട്ടയടിച്ചിട്ട് മന്ത്രിയുടെ അടുത്ത് പോയി എങ്ങനെ നിക്കണേന്ന് ഞാൻ സ്റ്റേഷനിൽ പോണ ഒന്നിട്ട് ഫയൽ എടുത്ത് കൊടുക്കാനായിട്ട് ഇതൊക്കെ എന്തൊക്കെ അറിയണം നിങ്ങൾക്കൊക്കെ റൊണാൾഡോ ചേച്ചൻ എഴുന്നേറ്റ ചേച്ചി ഇല്ല അത് പോത്തുവരെ കിടന്നുറങ്ങും എഴുന്നേക്കുമ്പോ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയുവാ എന്തുറ്റി മിക്സി കേടായി ചേച്ചി ജാർ അതൊന്ന് നന്നാക്കാനാണ് ഞാൻ ഈ പുറകെ നടക്കുന്നത് അപ്പൊ പിന്നെ അവന്റെ കൊടുത്തു വിട്ടാ മതിയായിരുന്നല്ലേ അതല്ലേ പറഞ്ഞ ഞാൻ പുറകെ നടക്കുവായിരുന്നത് പറ്റത്തില്ലെന്ന് ഓ അതിന്റെ വാദയാണ് ഇപ്പൊ കണ്ടത് ആ സ്റ്റേഷന്റെ പുറകിലല്ലേ രാജേന്റെ കട അവിടെ ഒന്ന് കൊടുത്തൂടെ സൗന്ദര്യം പോയാലോ എന്ന് വിചാരിച്ചായിരിക്കും ഇനി കവറും തൂക്കി പോയാ നടരാജനെ ഈ ആശുപത്രി എന്നും പറഞ്ഞ് ഇങ്ങനെ നടന്ന പാർട്ടിയിൽ ഒരു പരിപാടിക്കും വഴങ്ങില്ല ആശുപത്രിയിൽ എന്താണ് അവസ്ഥ ആശുപത്രിയിലെ അവസ്ഥ മോശമാണ് അയാൾ ICUലാണ് ഒന്നും പറയാറായിട്ടില്ല അപ്പോൾ ആ ഒരു വോട്ട് പോവോ അല്ലേലും അത് ആടി ഇരിക്കുന്ന വോട്ടാണ് അയാൾ ആ നടരാജന് നമ്മൾ പാർട്ടിയിൽ മിതമായ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്ന് അവൻ്റെ കുടുംബക്കാർക്ക് മൊത്തം പരാതിയാണ് ഇനി അവൻ എന്തോന്ന് കൊടുക്കാനിടേ ഇനി അപ്പുക്കുട്ട സാറിനെയും ആക്രാന്ത് സാറിനെയൊക്കെ മാറ്റിയിട്ട് അവനെ പിടിച്ച് അവിടെ ഇരുത്താൻ പറ്റുമോ ഈ കുടുംബക്കാർക്ക് തലയിൽ ആൾ താമസം വേണ്ടേ അത് അവർക്ക് മനസ്സിലാവണ്ടേ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അവനെ ഒരുപാട് പിണക്കണ്ട നമുക്ക് ഇലക്ഷൻ കഴിയണ വരെ എല്ലാവരോടും വളരെ മയത്തിൽ സംസാരിച്ച് ഇടപെട്ട് നിൽക്കണതാണ് നല്ലത്. അതെനിക്ക് അറിയാമല്ലോ, ഞാൻ അങ്ങനെ തന്നെ നിൽക്കുന്നത്. ഞാൻ എത്ര പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുന്നറിയാമോ, എത്ര പ്രാവശ്യം വിളിച്ച് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക കാര്യങ്ങൾ. പിന്നെ എനിക്ക് തോന്നുന്നത് അവൻ പോയതിനേക്കാൾ കൂടുതൽ ഞാനാണ് ആ ഹോസ്പിറ്റലിൽ കയറിയാണെങ്കിൽ. വേണം, അങ്ങനെ തന്നെ വേണം. നമ്മൾ ഒരു മിനിറ്റ്. ഹലോ, കഴിഞ്ഞാ? ആ ശരി ശരി. അത് കഴിഞ്ഞ് ആള് പോയി. അയ്യോ, മരിച്ചു. അതെ, ഇപ്പോൾ കാര്യം ചെയ്യണം. ഇപ്പോൾ നമ്മൾ എല്ലാവരും എത്തണമെങ്കിൽ നമുക്ക് അവിടെ എത്തണം. ബോഡി കൊണ്ടുവരണമെങ്കിൽ നമുക്ക് അവിടെ എത്തണം, എത്തി ബാക്കി കാര്യങ്ങൾ ചെയ്യണം. അല്ലല്ലേ, എനിക്ക് 10:30 KSB ഓഫീസിൽ അത്യാവശ്യം പോകണം. എൻ്റെ ആൻസർ നീ ഇങ്ങനെ പറയല്ലേ. പാർട്ടിയുടെ ഈ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ നിന്നില്ലേ പിന്നെ എങ്ങനെ? എൻ്റെ ആളിയാ, നമ്മുടെ വാർഡിൽ 4 ലൈറ്റ് ഇല്ല. ആ ലൈറ്റ് ഇടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല വെറുതെ അല്ലല്ലോ പോകുന്ന ഓരോ നമ്മൾ. ഞാൻ കാര്യം പറയാം, ഇങ്ങനെയുള്ളടത്ത് ആളുകൾ മുമ്പ് നമ്മൾ കുറച്ച് ഷോയൊക്കെ കാണിച്ച് നിൽക്കണം. എല്ലാവരോടും ഇതുപോലെ കൈയും കാലൊക്കെ എടുത്ത് കാണിച്ച് നിന്നാലേ പറ്റുള്ളൂ. അതൊക്കെ എനിക്ക് അറിയാളിയാ. എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞ ഇത് പിന്നെ അവിടുത്തെ കാര്യങ്ങൾ ആരും നോക്കും? അവിടെ റീത്ത് വെക്കണം, കൊടി വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളില്ല. ആര് ചെയ്യും? എൻ്റെ അളിയാ, നമ്മുടെ നടരാജൻ്റെ കൊച്ചച്ഛൻ മരിച്ചു കേട്ടോ. അന്ന് എല്ലായിടത്തും അറിയിച്ചല്ലേ, നമ്മളെ അറിയിക്കാനുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞു. അളിയ, ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. അളിയ റൊണാൾഡിനെ വിളിച്ച് പറ, അവിടെ പോയി കാര്യങ്ങളൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഞാനങ്ങ് വരാം. ഞാൻ വരാളിയാ, ഞാൻ വന്നിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന്. നീ നിൽക്കേണ്ടടുത്ത് നീ നിൽക്കണം. ഞാൻ നിൽക്കൂല, ഞാൻ കയറ്റി നിർത്തിയാൽ പറ്റൂല. അതുകൊണ്ടാണ്. അല്ലേ, നിങ്ങൾ അവിടെ പോയി കാര്യങ്ങൾ ഒന്ന് നേരെ ആക്കുമ്പോഴത്തേക്ക് ഞാനങ്ങ് വരും. ഒരു ചാൻസ് കർത്താവായിട്ട് കൊണ്ടുവരണം. അതിനെ നശിപ്പിച്ച് കളയല്ലേ. നമുക്ക് ആളുകളുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു മരണം തരുമ്പോൾ ഞാനേ അപ്പുക്കുട്ട സാറിനെ വിളിച്ചൊന്ന് പറയട്ടെ. വിളിച്ചു പറഞ്ഞു. നീ ഇനി വായി നോക്കിയിട്ട് നീ പോയിട്ട് വാ. ഞാൻ പോയിട്ട് വരാളെ. അളിയ പോയി കാര്യങ്ങൾ അറേഞ്ച് ചെയ്തോളാം. സാറേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. നമുക്ക് കുറച്ച് സഹതാപം വോട്ട് കിട്ടാനുള്ള ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട്. നമ്മളെ നടരാജൻ്റെ കൊച്ചച്ഛൻ മരിച്ചു ഇപ്പം. ഓക്കെ സാർ, ഓക്കെ.
അച്ചച്ച എന്തെങ്കിലും ഒന്ന് പറ. നല്ല കറി. മുത്തേ കറി കൂട്ടിക്കേടി. കൂട്ടുവാ. ഹലോ, ഞാൻ ഉച്ചയ്ക്ക് വർക്ക്ഷോപ്പിൽ പോകുന്നുണ്ട്, എന്നെ കൊണ്ടുപോവാം. ഇപ്പൊ ഒന്ന് കൊണ്ടുപോയി കൊടുത്താൽ എന്താ? ഇപ്പൊ കൊടുത്താൽ ഉച്ചക്ക് ചിലപ്പോ കിട്ടും. ഒരു കാശിലെ പണിക്കാരൻ വർക്ക്ഷോപ്പിൻ്റെ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്, എന്നെ 2-3 പ്രാവശ്യം വിളിച്ച്. ഞാനിപ്പോൾ ചെന്ന് ആ പണി എൻ്റെ തലയിലാവും. പിന്നെ അയാളെ പൊന്നിട്ട് വളയ്ക്കാൻ അയാളെ കിട്ടത്തില്ല. ഉടായ്പാണ്. ഞാൻ ഉച്ച കഴിഞ്ഞല്ല, ഉച്ച കഴിഞ്ഞ് പോകുമ്പോൾ കൊണ്ടുപോകാം. ഇത് അവിടെ ഒരു വണ്ടി ഇരിപ്പില്ലേ, അതിൽ ഹെൽമെറ്റും വെച്ചിട്ട് പോയാൽ ഒരു മനുഷ്യനറിയത്തില്ല. ഹെൽമെറ്റ് വെച്ച് വണ്ടി ഇരുന്നാൽ യാത്രയാവത്തില്ല സുഹൃത്തെ. അതിനകത്ത് പെട്രോൾ വേണം, എണ്ണ ചിലവാകും. ഇത് അതൊന്നും കൊണ്ടല്ല, മടിയാണ്. വീട്ടിൽ എന്ത് കാര്യം പറഞ്ഞാലും അച്ഛൻ ഇങ്ങനെ എണ്ണ ഒരു കാര്യം ചെയ്തു തരത്തില്ല. ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഒന്നും ചെയ്യുന്നില്ല. പ്ലീസ് വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ കൊണ്ടുപോവാം. ഇങ്ങോട്ട് വാ. കൊണ്ടുപോകാനില്ലേ കൊണ്ടുപോയിട്ട് വാ. എന്താണ് ഈറ്റാ? മിണ്ടല്ലേ? അയ്യോ ആണോ? ദൈവമേ. പറയാം. എന്തൊക്കെയാ? പറയാം ഇപ്പൊ തന്നെ പറയാം. ശരി, നിങ്ങൾ വെക്ക, എന്നാലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ശരി. ദൈവമേ, ഒരു മരണം. നമ്മുടെ നടരാജനില്ലേ? നടരാജനല്ല, നടരാജന്റെ കൊച്ചമ്മച്ചിയുടെ ഭർത്താവ്. എന്റെ പൊന്നെ, ചേച്ചിയുടെ വർത്താനം കേട്ടപ്പോ പേടിച്ചു പോയി. ആരാണെങ്കിലും മരണമല്ലേ, ഭൂമിന്ന് പോയതല്ലേ. എന്നാലും നടരാജനാണോ? പിന്നെ ചിരിച്ചോണ്ട് പറയാൻ പറ്റുമോ മരണത്തിന്റെ കാര്യം? അതുകൊണ്ട് നീ കഴിച്ചതൊക്കെ മതി, വേഗം റെഡി ആയിട്ട് ചെല്ലാൻ പറഞ്ഞു. എന്തിന്? അങ്ങോട്ട് ആ വീട്ടിലോട്ട് ചെല്ലാൻ. ഞാനും മരണ വീട്ടിൽ പോയാൽ ഞാൻ എന്ത് പോസ്റ്റോടെ ചെയ്യാൻ പോണോ? അല്ല, ക്ലീറ്റ പറഞ്ഞേ മറ്റേ ബോഡി താലൂക്ക് ആശുപത്രിയിലാണ്. താലൂക്ക് ആശുപത്രിയിലായപ്പോ ബോഡി വരുന്നതിന് മുമ്പ് നീ അവിടെ ചെന്നിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്. അതിനൊക്കെ അൻസാറും പുരുഷവും ബാബുവൊക്കെ. ഇല്ല, അൻസാർക്കാൻ വേറെ എന്തോ കാര്യം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോയേക്കുവാണ്. അൻസാറിന് ഇപ്പൊ എത്താൻ പറ്റൂല. പിന്നെ പുരുഷവും നടരാജനും അവരുള്ളതായിട്ട് കാര്യമില്ല. നടരാജന്റെ കൊച്ചപ്പച്ചനും ആരാണ്ടല്ലേ മരിച്ചേക്കുന്നത്. അപ്പൊ നിന്നോട് പറഞ്ഞു വേഗം തന്നെ ഒരു റീത്ത് മേടിച്ച് എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഒന്നാതെ ഇവരുടെ ബന്ധുക്കളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അപരിചിതനെ പോയി അവിടെ പോയി ഞാൻ എന്നിട്ട് എന്തെടുക്കാനാണ്? എടാ അങ്ങനെയല്ല, ക്ലീറ്റോ പറഞ്ഞത് അവിടെ എല്ലാരും കാണാൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ. നടരാജന്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഈ നമ്മൾ ചില മരണമില്ല കണ്ടില്ലേ, ഒരു കാര്യമില്ലാതെ ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണം, ഒരു പണിയെടുക്കാതെ. അതുപോലെ അങ്ങ് നടന്നാൽ മതി. എടാ പാർട്ടിക്കാരായിട്ട് ആരെങ്കിലും ഒക്കെ വേണ്ടേ അവിടെ? ക്ലീറ്റോ മാത്രമേ ഉള്ളൂ. പാർട്ടിക്കാർ കുറെ പേരുണ്ടെന്ന് അവർക്കൊരു തോന്നൽ വേണം. എന്താ ഇലക്ഷൻ വരാൻ പോവാണ്, അപ്പൊ ഇതൊക്കെ ഭയങ്കര പ്രധാനമാണെന്ന് പറഞ്ഞു. ജെല്ല് പോകുന്ന വഴിക്ക് ഇതും കൂടെ കൊടുത്തേക്ക്. കുരിശായല്ലോ. ഒന്നാമത് ഈ മരണ വീട്ടിൽ പോവാന്ന് പറയുന്നത് വളരെ ബോർ പിടിച്ചൊരു പരിപാടിയാണ്. പ്രത്യേകിച്ച് ഇവിടെ പരിചയക്കാരും. എന്റെ ബന്ധുക്കൾ ആരെങ്കിലും മരിച്ച ഏതെങ്കിലും മരണ വീട്ടിൽ പോകുന്ന ലില്ലിപ്പണ്ണ് കണ്ടിട്ടുണ്ട്? ബോർ അടിക്കാതിരിക്കാൻ അവിടെ ക്ലീറ്റോ ഇല്ല. ക്ലീറ്റോനോട് മിണ്ടും പറഞ്ഞ് നിൽക്കാൻ പാടില്ല നിങ്ങക്ക്. അത് എന്തോ മിണ്ടും പറഞ്ഞിരിക്കേ, അങ്ങനെ ആശുപത്രിയല്ലേ ബോഡിയിട്ട് കൂടെ. ഞാൻ ഒറ്റയ്ക്കോടെ പോയി എന്തെടുക്കാനാണ്? അത് സാറില്ല, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് പോര്. അത് തന്നെ, മരിപ്പ് കഴിയണ മറ്റേ ബോഡി എടുക്കണവരെ നിൽക്കണ്ട, നീ ഒരു ഉച്ചയാകുമ്പോൾ ഇങ്ങോട്ട് പോര്. പോണ വഴിക്ക് തന്നെ ഇത് കൊടുക്കണം. എന്നിട്ട് അവിടെ വന്ന് 10 മിനിറ്റ് എന്നിട്ട് ഇങ്ങോട്ട് പോരും. ഇതിപ്പോൾ എന്നെ വിളിച്ചു വരുത്തിയെന്ന് എന്തിനാണെന്നറിയാം? ഉച്ചയ്ക്ക് മരണ വീട്ടിൽ ഭക്ഷണം കൊണ്ടല്ലോ, അത് വിളമ്പാനും ടാർപ്പ വലിച്ചു കെട്ടാനും പോസ്റ്റർ ഒട്ടിക്കാനും കരിങ്കുടി കെട്ടിക്കാനും നല്ല പണിയാ. 10 പൈസയും കിട്ടത്തില്ല. ഇതിനൊന്നും പൈസ ചോദിക്കല്ലേ, നാണക്കേട്. ഒരു ഇടിയപ്പം കൂടി വേണമെങ്കിൽ കഴിച്ചോ? വേണ്ട, ഉള്ള രുചിയെല്ലാം പോയി. മുത്തേ എടി, കരിങ്കുടി എവിടെ? ഇവിടെ വാ. ഇവിടെ ദേഷ്യം വരുന്നുണ്ട്. ഒരു ഇങ്ങ വന്നെടി നീ. കരിങ്കുടി എവിടെ? കരി അമ്മയല്ലേ ഇന്നാൾ ഗോതമ്പ് ഉണക്കാൻ വേണ്ടി കാക്ക വരുമെന്ന് പറഞ്ഞിട്ട് അവിടെ കുത്തി വെച്ചത്. എന്നിട്ട് എവിടെ വെച്ച്? അത് ഞാൻ തിരിച്ചിവിടെ തന്നെ വെച്ച്. നീ എടുത്തിട്ടുണ്ടാവും. എനിക്കെന്തിനു കാര്യം കൂടി? എന്തിനപ്പ നീ സാധനങ്ങൾ എടുക്കണേ? എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ടുണ്ടാവും. അല്ലാതെ ചുമ്മാ എവിടെയെങ്കിലും വെച്ചിട്ട് അത് മറന്നു പോയിട്ട് ബാക്കിയുള്ളവരെ എപ്പോഴും അമ്മയ്ക്ക് ഉള്ളത് തന്നെ. ഇതുണ്ടോ? ഇതൊക്കെ ആര് കൊണ്ടുവന്ന് വെക്കുന്നു ഇവിടെ? അമ്മയുടെ ഭർത്താവ്. ഓക്കെ, ഞാൻ ഇനി എവിടെ പോയി തപ്പു? ഞാൻ അമ്മ അത് സമാധാനമായിട്ട് അമ്മ എവിടെ വെച്ചെന്ന് ആലോചിക്കും. എടാ റൊണാൾഡേ, റൊണാൾഡെങ്കിലും എടുക്കോ? എടാ ചത്തവൻ, ഇങ്ങോട്ട്. അമ്മ എവിടെ കൊണ്ടുവച്ചത്? അമ്മ കൊണ്ടുവച്ചൊന്നുമല്ല. പിന്നെ കരിങ്കുടി എവിടെയാടാ? കരിങ്കുടി എന്നോടോ?
ഇതിനകത്തിരിക്കുന്ന സാധനം അങ്ങനെ ഞാൻ കണ്ട്. നീ എടുത്തിട്ടുണ്ടാവും. എനിക്കെന്തിന്? വല്ല വണ്ടി കഴുകാനോ ഒക്കെ എടുത്തിട്ടുണ്ടാവും. ഓയിൽ കൊടുക്കാനൊക്കെ. എടുത്ത് അമ്മ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യം കൂടി എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് എവിടെ കൊണ്ടുവച്ചെന്ന് മറന്നുപോയി. അതാണ് മറ്റുള്ളവരാണ് ഇത് ഏൽപ്പിക്കുന്നത്. സ്ഥിരം ഞാനേ ഓല് ഉടയ്ക്കാൻ വേണ്ടി കോട്ടൺ വേസ്റ്റ് മേടിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് അരിക്കൊടി ഒന്നും വേണ്ട. ഇപ്പൊ ഇതെടുത്ത ആരും ഇല്ലല്ലോ. ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ കണ്ട നിങ്ങൾ ഇനി എടുത്തോണ്ട് വന്നാ മതി. എടുത്തോണ്ട് വരെ എന്നിട്ട് ഞാൻ എടുത്ത് വെച്ച സാധനം ഞാൻ സൂക്ഷിച്ചു വെക്കും. നിങ്ങളാണ് ഇതൊക്കെ എടുത്തുകൊണ്ടേ കളയുന്നത്. എപ്പോഴും ഇങ്ങനെയാണ്. എന്തെങ്കിലും എടുത്ത് മാറ്റി വെക്കുന്നത് അവസാനം കിട്ടുമ്പോ പറയും കിട്ടി. ഓ എന്റെ പൊന്നെ, പിന്നെ നിധി ഒരു ഇത്ര ആശ്വാസം വിടാൻ അത് നോക്കണമായിരുന്നു നല്ലോണം അങ്ങോട്ട്. ഇത് പാലെടുത്ത് വെച്ച നിങ്ങളാരെങ്കിലും ആയിരിക്കും. എന്റെ പൊന്ന് റൊണാൾഡോങ്കിളെ ഡാഡി സമ്മതിക്കണം. കരിങ്കൊടി ക്ലീറ്റോ പറഞ്ഞേക്കണത് എന്താന്ന് വെച്ചാ ഇത് കൃത്യമായിട്ട് അവിടെ എല്ലാവരും കാണെ കെട്ടിവെക്കണം. കെട്ടിവെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കെട്ടണതായിട്ട് എല്ലാവരെയും കാണിക്കണം. അത് കണ്ടിട്ട് അവര് ചോദിക്കണം നീ ആരാന്ന്. ക്ലീറ്റോന്റെ ആളാണെന്ന് നീ കൂടെ കൂടെ ക്ലീറ്റോന്റെ പേരും DDTയുടെ പേരും കൂടെ കൂടെ പറയണം. അപ്പൊ അതിനുള്ള മൈക്കൊക്കെ ഉണ്ടോ? പുള്ളി മൈക്ക് സെഷൻ ഒക്കെ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര തൊള്ളോറപ്പാണല്ലോ. ആ തൊള്ളോർന്നങ്ങ് പറഞ്ഞാ മതി. ഞാനൊന്ന് ആലോചിച്ചിട്ടെ, ഞാനെന്ത് ശവദാഹ കർമ്മിയാണോ? കരിങ്കൊടി കെട്ടണം, ടാർപ്പാക സേര, ഉച്ചക്കലത്തെ ആഹാരം, പിന്നെ ശവദാഹത്തിനുള്ള കാര്യങ്ങൾ. ഒരു കാഞ്ചി ആ ബോഡി ഇഞ്ഞു കൊണ്ടുവരാൻ പറയാം. അല്ലാതെ ഞാൻ സെറ്റ് ചെയ്ത് ഇവിടുന്ന് അടക്കാൻ വിടാം. ഞാൻ വിളിച്ചു പറയാം. ക്ലീറ്റോ പറഞ്ഞേക്കണത് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണം. അതമ്മ ടെൻഷൻ അടിക്കണം. എന്തായാലും ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചോളൂ. എന്താ അങ്ങനെ ആക്കി ഓർത്താനും ഇത് ഇങ്ങനെ തന്നെ പൊതിഞ്ഞ് അങ്ങ് കയ്യിൽ ചുരുട്ടി പിടിക്കാനല്ലേ ഉള്ളു എന്റെ റൊണാൾഡോ. എല്ലാത്തിനും വാലും ചേരുവാന്നുള്ളത്. അപ്പൊ അത് ഏത് കുഴമ്പച്ചനോട് പറഞ്ഞാൽ ഞാൻ മേടിച്ചോണ്ടിരില്ലേ? വൈദ്യരെ കണ്ടാലേ പറ്റൂ. ഇതിപ്പോ വൈദ്യരെ കണ്ട എന്തെങ്കിലും പറഞ്ഞാ? എനിക്ക് വൈദ്യനെ കാണണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വൈദ്യനെ കാണാൻ പോയി. അതിന് നോക്കിയൊന്നുമില്ലല്ലോ. ആ മരുന്ന് അങ്ങോട്ട് തരില്ലേ ഇത്? അത് നീ പറയണമായിരുന്നു. എവിടെ പോയി? ഞാൻ ചേച്ചി കൊണ്ട് വൈദ്യരെ എടുത്ത്. ആണോ? ആ മാമ ജംഗ്ഷൻ വരെ പോണം. ജംഗ്ഷൻ വരെ പോയിട്ട് പോരാ. ഇതുവരെ എത്തില്ല. എനിക്ക് കനകനൊന്നും കാണണം. കനമ്പച്ചമ്മ എവിടെ ഇല്ല. സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ച മന്ത്രി എങ്ങാണ്ട് വരുന്നുണ്ട്, പൈലറ്റ് പോയതുകൊണ്ട് അവിടെ ആളില്ലെന്ന് പറഞ്ഞ് സ്റ്റേഷനിലെ ഡ്യൂട്ടി എന്തോ ഉണ്ട്, അങ്ങനെ പോയേക്കുവാ. അയ്യോ ബാ, അമ്മേനെ ഞാൻ താഴ്ത്ത് പൊക്കോളും. അല്ല ഞാൻ അങ്ങോട്ട് ആക്കിയിട്ട് വരാം. ഇവിടുന്ന് അമ്മയെ അങ്ങ് പൊക്കോളൂ. എന്തിനപ്പോ ഞാൻ വരുന്നത് അത് പറ. കാര്യമാണ്. അല്ല മനസ്സിലായി. ഞാൻ പോയ നേരത്തെ കയറി വരണം. ഞാൻ കാര്യം പറഞ്ഞ ഒന്നാമത് എനിക്ക് വയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞു അരി കൂടെ പൊക്കോളൂ. അരിപ്പോ ഞാൻ നടു കയറി പോകും. നോക്കി പോണം. അവൻ അങ്ങനെ നടക്കുക, ആളുകളെ നശിപ്പിക്കാൻ. ഇതൊരു കഷ്ടം. കേറ്. എവിടുന്ന് സത്യാണ്. ഇങ്ങോട്ട് കേറ്. ഗുണമുള്ള കാര്യത്തിലല്ലേ ഞാൻ വിളിക്കുന്നത്. എന്തിനാ ഇവിടെ കൊണ്ട് നിർത്തി? സത്യം പറ റൊണാൾഡോ, നമ്മളിത് എങ്ങടെ പോണ്? മാമ ശരിക്കും പറയാൻ ഞാൻ ആകെ പെട്ടൊരവസ്ഥയിലാണ്. അതിന് കാരണക്കാരൻ നിങ്ങളുടെ ചേടക്കാരിയുടെ കെട്ടുവൻ, അതായത് എൻ്റെ ക്ലീറ്റോ മച്ചമ്പി. എന്ത്? ഇന്ന് അവിടെ ഒരു മരണം നടന്നു. എൻ്റെ അടുത്ത് പറയാം, ഞാൻ ആ മരണ വീട്ടിൽ പോയി ആള് കളിച്ച് നിൽക്കണം, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്യണം, കരിങ്കോടി കെട്ടണം, റീത്ത് മേടിക്കണം, പൂ മേടിക്കണം, പോസ്റ്റർ മേടിക്കണം, അവിടെ വെള്ളം കുടിക്കണം, അവിടെ ആളായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞ് എന്നെ ഒരു പണി ഏൽപ്പിച്ചു. നിന്നൊരു പണി ഏൽപ്പിച്ചാൽ എന്നെന്തിനാ കൂട്ടിക്കൊടുന്ന്? ഞാൻ ഒറ്റയ്ക്ക് ബോറടിച്ചപ്പോൾ ഒരാളെ ഒപ്പിക്കുന്നു വരച്ചപ്പോഴേ മാമ ഫ്രീ ആയിട്ട് വന്നേ. ഇനിയിപ്പോൾ അവിടെ പോയി ചാരിയസാന വെറുതെ കിടന്നാൽ പോരെ? ഒരു 10 മിനിറ്റ് ഇവിടേക്ക്. അതെന്തിനു ഇവിടക്കണ്? ഇവിടെ വേണ്ട പുറേ മോനന്റെ കടയിലേ മിക്സ് ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട് ലില്ലിപ്പണ്ണ തന്ന്. അപ്പൊ അതൊന്ന് കൊടുക്കണം. അത് കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് 5 മിനിറ്റ് ഇങ്ങോട്ട് 5 മിനിറ്റ് ഇത് പിടിച്ചു. എടാ എന്തിനാ വരുന്നതെന്നൊന്ന് തുറന്നു പറഞ്ഞാൽ ഞാൻ വന്നിരുന്നില്ല. നീ വെറുതെ എന്നെ. മാമ അവിടെ പോയി വെറുതെ ഇരുന്ന് ഉറങ്ങാനല്ലേ ഞാൻ വരുന്നു. ഇവിടെ നിൽക്കുക 2 മിനിറ്റ് 2 മിനിറ്റ് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരും. നിൽക്കുന്നേ ഇത് കെട്ടാനുള്ള കരിങ്കൊടി കേട്ടോ. എടാ ആരാ വന്നിട്ട് പറയാ. പക്ഷെ എന്തൊരു കഷ്ടം നോക്കി നോക്ക്.
സ്വിച്ച് ഓഫോ? മാമനോടെ പോയി എങ്ങനെ കൊടുത്ത പൊടി എവിടെ? ലേറ്റായിട്ട് വീട്ടിലെങ്ങനെ പോയോ? ഒരു പണിയായി കാണിച്ചത്. ഒരു വാക്ക് പറയട്ടെ. എൻ്റെ അമ്മയ്ക്ക് രാവിലെ കഷായം മേടിക്കാൻ പോയിട്ട് കിട്ടിയില്ലേ? കഷായം വാങ്ങിച്ചോണ്ട് വന്നല്ലോ. കിട്ടിയോന്ന് ചോദിച്ചതാ. ഇനി അതല്ല, തുമ്മൽ വന്നാലും തലവേദന വന്നാലും ഒക്കെ അതെടുത്ത് അങ്ങോട്ട് കുടിക്കുകയും വേണം. കുറെ ദേഹത്തും തേക്കണം കുഴമ്പെടുത്ത്. എല്ലാത്തിനും തുമ്മലിനും എല്ലാത്തിനും അമ്മ അതാ ചെയ്യണത്. ആരെങ്കിലും തുമ്മിയാലും ദേ എൻ്റെ ഈ കുഴമ്പങ്ങ് വരട്ടിക്കോളാൻ പറയും. എല്ലാ അസുഖത്തിനും കുഴമ്പ് വരണ ഒരാളെ ഞാൻ അമ്മേനെ കണ്ടു. എല്ലാ ദേഹവേദനക്ക് നല്ലതല്ലേ കുഴമ്പ്? ദേഹവേദനക്കൊക്കെ നല്ലതാ. തലവേദന വന്നാൽ കുഴമ്പെടുത്ത് വരണ ഞാൻ കണ്ടിട്ടില്ലേ. എന്താടാ എന്താ ഭായ്? എന്റെ പുക തീർന്നു പറയുന്നു. എല്ലാം ചെയ്താ? ഇനി എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യിച്ചില്ലെന്ന് പറ. കരിങ്കൊടി കെട്ടി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരാൾ ഫോട്ടോ വെച്ചൊരു സ്റ്റിക്കർ കൊണ്ടുവന്ന് അത് വല്ലയിടത്ത് ഒട്ടിച്ച്. അപ്പൊ അടുത്ത ആരാണ്ട് കൊണ്ടുവന്ന് അത് ഒട്ടിച്ചു. പിന്നെ വരുന്നവർക്കെല്ലാം കുടിവെള്ളം കൊടുത്തു. കാര്യമൊക്കെ പറഞ്ഞില്ല അവിടെ നിന്ന്. ഏതാ ഇങ്ങനെ DDT പാർട്ടി ക്ലീറ്റോന്ന് അങ്ങനെ പറയാൻ പറഞ്ഞായിരുന്നു. എല്ലാത്തിനും താഴെ DDT പാർട്ടിയുടെ പേരുണ്ടല്ലോ, പിന്നെ പറയേണ്ട കാര്യമില്ല. പിന്നെ അനുശോചനം ഏതാണ്ടൊക്കെ ഉണ്ടോ? അത് വെള്ളം പോലും കുടിച്ചില്ല. രാവിലെ നിന്റെ കൂടെ വന്ന ആളെ എവിടെയാ? അമ്മഞ്ഞി വന്നില്ലേ? അവിടെ വന്നെങ്കിൽ നിന്റെ അടുത്ത് ഞാൻ ചോദിക്കുവോ? എടാ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുവോ എവിടെ? പറഞ്ഞ പോലെ അമ്മാവനെന്ത് മിക്സ് ശരിയാക്കാനായിട്ട് കടയിലോട്ട് കയറി പോയപ്പോഴത്തേനും ഞാൻ പറഞ്ഞ നമ്മോടേക്ക് ഞാൻ അതുകൊണ്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ മിക്സ് ശരിയാക്കുന്ന ആളില്ല. അയാൾ ഊണ് കഴിക്കാനങ്ങാണ്ട് പോരുന്നത്. പിന്നെ ഞാൻ അയാളെ അവിടെ നിന്ന് നമ്പർ നോക്കി അയാളെ വിളിച്ച് മിക്സിയുടെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് ഞാനൊരു വെച്ചു. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ അമ്മാനെ കണ്ടില്ല. അമ്മാനെ കണ്ടില്ലേ? നീ തിരക്കില്ലേ എവിടെയായിരുന്നു? ഞാൻ വരാൻ ലേറ്റായിട്ട് മിക്കാരും ഇങ്ങോട്ട് വന്നായിരിക്കും. വന്നില്ലേ? ഇങ്ങോട്ട് വന്നില്ല. പിന്നോട് പോയി. പിന്നെ അവിടെ പോയി നീ വിത്തിന്റെ കാര്യമില്ല തിരക്കേ കാർഷിക വിപണിയിൽ കാണാൻ പോയി കാണും. പറയണേ കൊടുത്തു. കൊച്ചേ ഗിരിജായൻ അവിടെ ഇരിക്കുന്ന അങ്ങോട്ട് വന്നില്ലല്ലോ. എടാ കാർഷിക വിപണി പോണെങ്കിൽ അമ്മാവൻ പറഞ്ഞിട്ടല്ലേ പോവുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും നേരം കാർഷിക വിപണി പോയിരിക്കണ എന്തിനാ? കാർഷിക വിപണി പോയിട്ട് ഇപ്പൊ ചിലപ്പോ അത് വഴി വീട്ടിൽ പോയി കാണും. എന്തുപറ്റി? അമ്മാവനെ ഞാൻ മിക്സി കൊടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ അമ്മാവനോട് ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ലേറ്റായി. ലേറ്റാണ് ഞാൻ വിചാരിച്ച അമ്മാവൻ ഇഞ്ഞു വന്ന് കാണുമെന്ന്. ഇവിടെ വന്നില്ല. എന്റെ ഫോണൊന്നും ഇവിടെ എവിടെയുണ്ടോ നോക്കിയടി. ഇതിന്റെ കാര്യമല്ലേ ഉള്ളൂ. വിളിച്ച് എവിടാന്ന് ചോദിച്ചു. അതുകൊണ്ടല്ലേ ഒരാളെ കാണാതായിട്ട് ഇത്രയും നേരം കൊണ്ട് നീ ഭയങ്കരനാണല്ലോ നീ. ഞാൻ തക്കുടിനെ കൊണ്ടല്ലേ പോയ വഴി അറിയാത്തടന്ന്. അത് കഴിഞ്ഞ് മരണ വീട്ടിൽ പോയി അവിടെ പോയി തിരക്കായി പോയി. ആ വിളിച്ചപ്പോഴേ വന്ന് കാണുമെന്ന്. അമ്മാവനെന്തൊരു അത്യാവശ്യത്തിന് പോയിട്ടുണ്ടാവും. സ്വിച്ച് ഓഫ്. എന്നാ അമ്മായിനൊന്ന് വിളിച്ചു നോക്ക്. അതിന് അമ്മായി ഇല്ലല്ലോ. അമ്മായി എറണാകുളത്തല്ലേ. നിങ്ങൾ ഇതിന് മാത്രം കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്ത്? നാടും വീടും ഊരും അറിയാത്ത ആളാണ് അമ്മാവൻ. അമ്മാവന്റെ സുഹൃത്തുക്കളെ കാണാൻ പോയി കാണും. ചിലപ്പോ എന്തെങ്കിലും ആവശ്യം. ചിലപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണ എന്തിനാ? ഫോണ് മാറ്റി ചാർജ് ഇല്ല, ഓഫ് ആവത്തില്ലേ? അപ്പൊ ചെല്ലണ സ്ഥലത്ത് ഈ ചാർജറും കറണ്ടൊന്നും ഇല്ലാത്ത സ്ഥലമാണോ? ചീരത്തോട്ടത്തിലാ പോയെങ്കിൽ അവിടെ എവിടെ കുത്തി ചാർജ് ചെയ്യും? അല്ല, അമ്മാവൻ എപ്പോഴും ഫോൺ ഓണാക്കി വെക്കുന്ന ഒരാളാണ്. പിന്നെ ഇനി അമ്മാവന്റെ കയ്യിൽ മൊബൈൽ താഴെ വീണ് പൊട്ടി. അത് ശരിയാക്കാൻ മൊബൈൽ ഇവിടെ പോയതാണെങ്കിലോ? അത് ഇത്രയും സമയം എടുക്കുമോ? എനിക്ക് വയ്യ. അവന് പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളതാണ്. അല്ല ആപത്ത് വന്നാൽ എങ്ങനെ അറിയും ഞാൻ? എനിക്ക് സമാധാനം ഇല്ല. അതിന് കരയണ എന്തിനാ? ചിരിക്കണോ ഞാൻ? അമ്മ അമ്മ ടെൻഷൻ അടിക്കാൻ അമ്മാവനിപ്പോ വരുമെന്ന്. എത്ര സമയമായിടാ? ഉച്ചയ്ക്ക് ഉണ്ണാനും വന്നില്ല അമ്മാവൻ. അതാണ് എനിക്ക്. ഒന്ന് പോയി നോക്കിട്ടോ. ശരി. മച്ചമ്പി ഞാൻ ഇവിടെ എല്ലാം നോക്കി. ഇവിടെ അങ്ങും ഇല്ല. ഇവിടെ ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചപ്പോഴും പുള്ളി അങ്ങനെ ഒരാളെ കണ്ടില്ലെന്നാ പറയുന്നത്. ഞാനെന്തോ ഫോൺ സ്വിച്ച് ഓഫാ. മച്ചമ്പി ഇപ്പൊ എവിടെ അയക്കുന്നേ? ഞാൻ അങ്ങോട്ട് വരാം. ആ
അവിടെ ഇനി നോക്കാനൊരു സ്ഥലമില്ല. ഞാൻ ആ കടകളിലെല്ലാം കയറി ഇറങ്ങി ചോദിച്ചു. ഒരു കടയുടെ CCTV നോക്കി, അതിലൊന്നുമില്ല, ആ ഭാഗത്തെങ്ങുമില്ല. എടപ്പഴിഞ്ഞി ചന്തയിൽ പോയി, പാളയം മാർക്കറ്റിൽ പോയി, അവിടെയൊക്കെ ചീര കൊണ്ട് കൊടുക്കുന്ന സ്ഥിര ടീമുണ്ട്. ആ പ്രദേശത്തേ പോയില്ല, കഴിഞ്ഞ ആഴ്ച വന്നേന്. ആർക്കറിയാം എന്താ. എനിക്ക് തോന്നുന്നു ഇനി വല്ല വലിയ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവോ, വല്ല കിഡ്നിയും കരളൊക്കെ എടുക്കാൻ. ദൈവമേ, എന്റെ കൊച്ചിനെ കെട്ടിപ്പോയെ. മിണ്ടാതിരി. ഇല്ല ഇല്ല, ഷുഗറിനും കൊളസ്ട്രോളിനൊക്കെ മരുന്ന് കഴിക്കുന്ന ആളല്ല. അത് മാത്രം ഇത്രയും പ്രായമുള്ളവരൊന്നും ആരും തട്ടിക്കൊണ്ടൊന്നും പോകില്ല. പിന്നെ അതിപ്പോ വരുന്നവർക്ക് അറിയാമോ? അവരെ കണ്ടാല് ഒരു 10-50 വയസ്സുണ്ടെങ്കിലും ഒരു 10-22 വയസ്സ് കൂടി പോയാ തോന്നുന്നു. അതിൽ കൂടുതൽ തോന്നുന്നു. ചിലപ്പോ കൊണ്ടുപോയാ എന്തോ. അങ്ങനെയൊന്നും കൊണ്ടുപോകത്തൊന്നും ഈ ലോകത്ത് വേറെ എത്ര ആരോഗ്യമുള്ള ആളുകൾ നടക്കണ ഈ അമ്മാവനെ എടുത്തോണ്ട് പോയി കിഡ്നി കരൾ വിടുവായത്തരം പറയല്ലേ തങ്കം. എനിക്ക് പറഞ്ഞാണ് ഇപ്പൊ തെറ്റ്. പറയുമ്പോ ഓരോ ആലോചിച്ച് പറ. അത് ഇനി ഗിരിജാമ്മയായിട്ടുള്ള ദാമ്പത്യ പൊരുത്തക്കേടിന്റെ വിഷമം കൊണ്ടങ്ങ് നിന്നെ പറഞ്ഞാ മതിയല്ലോ. നിന്നെ ഒരു കാര്യം നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്യണം. ഞാൻ എന്താ ചെയ്യാനാ? കൊണ്ടുപോയാ സൂക്ഷിക്കാൻ അറിഞ്ഞൂടെ നിനക്ക്? എന്റെ തങ്കച്ചേട്ടത്തെ അവിടെ ചെന്നിറങ്ങിയപ്പോ എന്റെ അടുത്ത് ഞാൻ 2 മിനിറ്റ് ഞാൻ ആ കടയിൽ പോയിട്ട് വരാന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് 2 മിനിറ്റേ ഞാൻ നിക്കത്തുള്ളൂ. ഒരു മിക്സി അത് എനിക്ക് നന്നാക്കണ്ടേ? ഏട്ടൻ വിളിക്കുന്നു. ഹലോ ഏട്ടാ, അമ്മാവനെ കാണുന്നില്ല ഏട്ടാ. എന്റെ അമ്മ ഇന്ന് സമാധാനായിട്ടിരുന്നേ. റൊണാൾഡോ അച്ചാച്ചനായിട്ട് പോയതാ. ഞാൻ റൊണാൾഡോ അച്ചാച്ചന്റെ മിക്സ് നന്നാക്കാൻ കൊടുത്തായിരുന്നു രാഴ്ചേന്റെ കടയിൽ കൊടുക്കാനായിട്ട്. അല്ലല്ലോ റൊണാൾഡോ. അപ്പൊ അവിടെ അല്ല, കടയിലോട്ട് അമ്മാവൻ പോയില്ല. അവിടെ റോഡിലെങ്ങാണ്ട് നിർത്തിയിട്ട് അച്ചാച്ചനാ കടയിലോട്ട് പോയത്. തിരിച്ചു വന്ന് നോക്കിയപ്പോഴത്തേക്ക് അമ്മാവനെ കാണുന്നില്ല എന്ന്. ഫോണിലൊക്കെ വിളിച്ചു നോക്കി, സ്വിച്ച് ഓഫ് ആണ്. അവനെ കണ്ടില്ല. ഇപ്പൊ ക്ലീറ്റോ ചേട്ടനും റൊണാൾഡോ ചേച്ചി കൂടെ അവിടെ പോയി നോക്കിയിട്ട് വന്നതാ. കണ്ടില്ല എന്ന് പറയാൻ. അവനെ കൊണ്ടുപോയി. ശരി ശരി. അവൻ പോയി. എവിടെ പോവാനാണ്? അമ്മ ഇവിടെ ഇരുന്നേ. എല്ലാ സ്റ്റേഷനിലും അറിയിപ്പ് കൊടുക്കാന്ന് പറഞ്ഞു. അത് വേണ്ട, ഞാൻ നമ്മളെ പാർട്ടി ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിള്ളേർ കണ്ടെത്തിത്തോളൂ, അതും പ്രശ്നമാക്കണ്ട. അപ്പൊ ഒരു കാര്യം, അച്ഛൻ ആ ഗ്രൂപ്പിലിട്ട ഫോട്ടോ ആ ഇതുകൂടെ തങ്കഞ്ചേട്ടത്തേക്ക് അയച്ചോളൂ. കുടുംബശ്രീയുടെ ഗ്രൂപ്പിലും മറ്റേ പെൺപുലിയുടെ ഗ്രൂപ്പിലൊക്കെ. അത് വേണ്ട, എന്റെ ആൾക്കാരോട് ഞാൻ പറഞ്ഞോളാം. പിന്നെ കല്യാണമല്ലേ, നീ പോയി നിന്റെ ഗ്രൂപ്പിൽ ക്ഷണിക്കുക. ഞാൻ ഇപ്പൊ അങ്ങോട്ട് അയച്ചുതരാം, അതുകൊണ്ട് ഫോർവേഡ് ചെയ്യും. അമ്മാവൻ പോയി മക്കളെ, ആരെയും കൊണ്ടുപോയി. ഇല്ല അമ്മേ, അമ്മാവൻ വരും. ചിലപ്പോ ഏതെങ്കിലും കൂട്ടുകാരുടെ അടുത്ത് പോയതാണെങ്കിൽ ചിലപ്പോ ഫോൺ ഓഫായി പോയതായിരിക്കും. സമാധാനപ്പെട്. ഞാൻ അയച്ചിട്ടുണ്ട് നിങ്ങളെ കുടുംബം. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യും. ഡാൻസ് ക്ലാസ്സിൽ അവരൊക്കെ എന്റെ ഫോൺ അവിടെ അമ്മയുടെ ഫോണിലോട്ട് പോയി എടുത്തിട്ട് വന്നിട്ട് അതങ്ങ് അയച്ചേ മോനെ. വന്ന് ഓ, നല്ലൊരു ഫോട്ടോ. ഇവനോട് എവിടെ പിന്നെ ഒരു മരിച്ചു കിടക്കുന്ന ബോഡിക്ക് ഒന്ന് കാര്യമായിട്ട് ഒന്ന് പരിഗണിക്കാൻ പോലും പറ്റണില്ല. DDT റീത്ത് വെക്കാതെ ആ ബോഡി വിഷമിക്കുള്ളൂ. അത് എന്റെ തലയിൽ. പിന്നെ നിന്റെ തലയിലല്ലേ അമ്മമാര് കൊണ്ടുപോയാൽ തിരിച്ചു കൊണ്ടുവരാൻ അറിയണം. എന്റെ പള്ളക്കിരിക്കുന്ന ഇള്ളക്കുഞ്ഞാണോ? അങ്ങേർക്കറിയത്തില്ല ഒറ്റയ്ക്ക് ഈ വീട്ടിലേക്ക് വരാൻ. അല്ല എവിടെ പോയെന്ന് ആരെങ്കിലും ഫോണിൽ നിന്ന് വിളിച്ചു പറയണ്ട്. തങ്കച്ചേട്ടത്തി, ഇല്ലിപ്പണേ താണ്ടേ മാമ വന്നാ പരിപാടിയാണ് അമ്മാവ ഈ പേടിപ്പിച്ച് കളഞ്ഞല്ലേ ഞങ്ങളെ. ഇവിടെ എല്ലാം ആയിരിക്കുന്നത് ഞാനാ കേട്ടത്. അമ്മാൻ അവിടെ നിർത്തിട്ട് 2 മിനിറ്റ് എന്ന് പറഞ്ഞില്ല ഞാൻ പോയിട്ട് വന്ന്. പോയിട്ട് വരുമ്പോഴത്തേനും അമ്മാൻ അങ്ങോട്ടാ പോയെ. എവിടെന്നാടാ കിട്ടിയ? പോലീസ് സ്റ്റേഷൻ. എന്തിന്? ഈ മന്ത്രി പോകുമ്പോ ചിലവന്മാര് കുടി പിടിക്കാൻ നിൽക്കുമല്ലോ, കരിങ്കുടി. ആ കൂട്ടത്തിൽ അമ്മാവ ഉണ്ടായിരുന്നു. എന്റെ അമ്മാവ, മന്ത്രിക്കെതിരെ പ്രതിഷേധിക്കണമെങ്കിൽ DDT പാർട്ടിയോടെ ചേർന്ന് അന്തസ്സായിട്ട് ഞാൻ വഴിയൊരുക്കി തരൂലേ. ഒരു പോലീസ് അമ്മാവനെ തൊടൂലായിരുന്നല്ല. ഇതൊന്നും വണ്ടിയിരുന്ന് പറഞ്ഞില്ലല്ലോ. കരിങ്കുടി ഓടിക്കാൻ വേണ്ടിട്ടാണ് ഈ പുത്തൻ ഉടുപ്പിട്ടുണ്ട് പോയത്. ഇവനൊരൊറ്റത്തിന് കാരണം എനിക്ക് മന്ത്രിയോട് എന്താണ് വൈരാഗ്യം? ഞാൻ എന്തിനാ മന്ത്രിക്ക് കരിങ്കുടി കാണിക്കുന്നത്? പിന്നെ എങ്ങടാ എന്തോന്ന് ഒന്നും പറയാണ്ട് ഇങ്ങോട്ട് വരാൻ നിന്ന് എന്നെ ഇവൻ വണ്ടിയിലും കയറ്റിയിട്ട് നടു റോട്ടിലെ കൊണ്ടേ നിർത്തിയിട്ട് അവന്റെ കയ്യിലിരുന്ന ഒരു കറുത്ത കോടി എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞിട്ട് 2 മിനിറ്റിനുള്ളിൽ വരാം അമ്മാമ്മ അവിടെ നിൽക്ക് പറഞ്ഞിട്ട് ഇവരെ അങ്ങോട്ട് പോയി. ഞാൻ ആ കൊടി പിടിച്ചിങ്ങനെ നിന്നതേ ഓർമ്മയുള്ളൂ. ഒരു പോലീസുകാർ ഇങ്ങോട്ട് വന്നിട്ട് 5-6 പോലീസുകാർ എന്നെ തൂക്കി വണ്ടിയിലേക്ക് ഇട്ട് മന്ത്രിക്ക് കരികൊടി കാണിക്കാനാ വണ്ടിയുടെ ഉള്ളിലേക്ക് അങ്ങനെ ഇട്ടു. അറിയാ, അപ്പൊ അമ്മാവന് പറഞ്ഞുകൂടായിരുന്നാ? ഞാൻ പറഞ്ഞു, വാനിന്റെ അകത്ത് ഏതോ പാർട്ടിയിലെ 10-20 പേര് മന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചോണ്ടിരിക്കുക. അവരുടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു കനകന്റെ അമ്മാവനാണെന്ന്. ഒരു പോലീസുകാരും കേട്ടില്ല. അവസാനം മുദ്രാവാക്യമൊക്കെ ഇങ്ങനെ തടുത്ത് ശാന്തമായപ്പോ ഒരു പോലീസുകാരനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു,
ഞാൻ മന്ത്രിക്ക് കരിങ്കൊടി കാണിക്കാൻ വന്നതല്ല, ഞാനൊരു മരണ വീട്ടിലേക്ക് പോവാൻ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോഴാ അപ്പൊ അവരെന്നോട് ചോദിച്ചു ഏത് മരണ വീട്, ആരാ മരിച്ചത്. അതിന് എനിക്ക് അറിയണ്ടേ ആരാ മരിച്ചത്, ഇവനോട് പറയണ്ടേ. ഇപ്പൊ കാര്യമൊക്കെ മനസ്സിലായല്ലോ. അമ്മ അവിടെ വിഷമിച്ച് കിടക്കുക. എന്ത് കാര്യം എന്ന് പറയാം. ചേച്ചിയെ ഞാൻ വന്നു, എനിക്കൊന്നും പറ്റിയിട്ടില്ല ചേച്ചിയെ. Aliens.